ഹായ് ഫ്രണ്ട്സ്, വണ്ടിപിടിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് BMW വാഹനങ്ങൾ പലർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ്. എയർ സസ്പെൻഷൻ ഉള്ള വാഹനങ്ങളിൽ ജാക്ക് മോഡ് ഉണ്ടോ, അതോ ജാക്ക് മോഡ് ആക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. എങ്ങനെയാണ് BMW വാഹനങ്ങളിൽ ജാക്ക് മോഡ് ആക്കുന്നത്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2014 മോഡൽ BMWൻ്റെ 7 സീരീസ് ആണ്. അപ്പോൾ ഈ വാഹനത്തിൽ എങ്ങനെയാണ് ജാക്ക് മോഡ് ആക്കുന്നത് എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതേമാതിരി തന്നെ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടിനൊക്കെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് സസ്പെൻഷൻ ഫെയിലിയർ ആയിട്ട് തന്നെയാണ്. നമ്മളതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അതൊന്നല്ല. ഞാൻ പറഞ്ഞു സസ്പെൻഷൻ എങ്ങനെ ജാക്ക് മോഡ് ആക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വാഹനത്തിൽ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒറ്റൊരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ലാസ്റ്റിൽ കണ്ട സ്വിച്ച് കണ്ടല്ലോ, അത് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, ലെവൽ ഹൈറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഒരു സ്വിച്ചിൽ തന്നെ നമുക്ക് 4 അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അത് ആ ഇൻഡിക്കേറ്ററിലാണ് നമുക്ക് എല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് LED ഓഫ് ആണെങ്കിൽ നോർമൽ ലെവലാണ്. LED ഫ്ലാഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി LED ഇലിമിനേറ്റഡ് ആണെങ്കിൽ അത് റേസ്ഡ് ലെവലിലാണ്. ഇനി LED ഫ്ലാഷ് റാപ്പിഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ലെവൽ നോട്ട് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സസ്പെൻഷൻ ജാക്ക് മോഡ് ആക്കുന്നത് എന്നുള്ള ഒരു പ്രൊസീജിയറാണിത്. അപ്പോൾ ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ചിൽ തന്നെ നമുക്കൊരു 7 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാക്സിമം ഒരു 10 സെക്കൻഡ് വരെയൊക്കെ നമുക്ക് പ്രസ് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 7 സെക്കൻഡ് കറക്റ്റ് പറയുകയാണ്, 7 സെക്കൻഡ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി കണ്ടല്ലോ, ഇതിപ്പം ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ജാക്ക് മോഡിലാക്കിയിരിക്കുകയാണ്. ഇനി നമുക്കത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് അതേ പ്രൊസീജിയറിൽ തന്നെ വീണ്ടും പോയി കഴിഞ്ഞാൽ നമുക്കത് ജാക്ക് മോഡിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.